നമസ്കാരം. ലെബനൻ വീണ്ടും സംഘർഷഭരിതമാകുന്നു. കഴിഞ്ഞ ഒരു വർഷമായി നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ ഭാഗികമായിട്ടെങ്കിലും ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രയേലി അറ്റാക്ക് ഓൺ ലെബനൻ, പ്രത്യേകിച്ച് ഒരു തീവ്രവാദി, ഇസ്രയേൽ ലെബനനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തീവ്രവാദി നേതാവിനെ ഇസ്രയേൽ തീവ്രവാദി എന്നും ലെബനൻ വിമോചകനെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തെ വധിക്കാനായി നടത്തിയ ശ്രമമാണ്. ആ ശ്രമത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. വലിയ നാശനഷ്ടങ്ങൾ ചുറ്റുപാടുമുണ്ടായി. ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൻ്റെ തെക്കൻ മേഖല ആക്രമണ വിധേയമായി. അദ്ദേഹം ഹൈത്തം അൽ തബ്തബായി, ഇതാണ് ആ നേതാവിൻ്റെ പേര്. അയാൾ ഹിസ്ബുള്ളയുടെ രണ്ടാമനാണ്. ഇപ്പോഴത്തെ സൈനിക നേതൃനിരയിലെ രണ്ടാമനാണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നതാണ് ഇപ്പോഴത്തെ അയാളുടെ ഔദ്യോഗികമായ ഒരു പദവി. ഏറെ കാലമായി അമേരിക്ക നോട്ടമിട്ടിരുന്ന, തലയ്ക്ക് ഏതാണ്ട് $5 മില്യൺ വിലയിട്ടിരുന്ന ആ നേതാവാണ്. 2016 മുതൽ തന്നെ ഈ ആൾ തബ്തബായി നോട്ടപ്പുള്ളിയായിരുന്നു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ നോട്ടപ്പുള്ളിയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഈ ഒരു വെടിനിർത്തൽ കരാർ 2014 നവംബർ മാസം 27 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ, അതിലേതാണ്ട് ഒരു വർഷം, 2 ദിവസത്തിനുള്ളിൽ ഒരു വർഷമാകുന്നു ആ വെടിനിർത്തൽ കരാറിന്. ഏതാണ്ട് സമാധാനപരമായിരുന്നു ഇസ്രായേൽ ലെബനൻ ബന്ധങ്ങൾ. പക്ഷേ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിൽ ഏതാനും കുന്നുകൾ ഉണ്ടായിരുന്നു. 5 മിലിറ്ററി താവളങ്ങൾ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നിലനിർത്തിയിരുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിരായുധീകരിക്കുക എന്ന കരാറിൻ്റെ വ്യവസ്ഥ പാലിക്കാൻ ഈ ലെബനൻ്റെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ അവിടുത്തെ വ്യവസ്ഥയ്ക്കോ കഴിഞ്ഞില്ല. ഹിസ്ബുള്ള വാസ് ഗെറ്റിംഗ് റീആംഡ്. ഇതാണ് ഇസ്രായേലിൻ്റെ ഒരു കൺടെൻഷൻ. നമുക്കറിയാമല്ലോ, ഇറാൻ്റെ സഹായമുള്ള ഒരു ഷിയ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. 1982 ഉദ്ഭവിച്ച് പിന്നീട് വളർന്ന് പന്തലിച്ച് 25,000-ലധികം ട്രെയിൻഡ് മിലിഷ്യ ഉള്ള ഒരു സാമാന്യം പ്രബലമായ, ഒരു രാജ്യത്തിൻ്റെ സൈന്യം പോലെ തന്നെ പ്രബലമായ ഒരു സംഘമാണ്. ലെബനൻ ജനസംഖ്യയുടെ 31% ഷിയ മുസ്ലിങ്ങളാണ്. ഒരു ഷിയ മിലിഷ്യ എന്ന നിലയിൽ ഇറാൻ്റെ പിന്തുണയും ആയുധങ്ങളും സാങ്കേതിക സഹായവും എല്ലാം ലഭിക്കുന്നു. മാത്രമല്ല, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എഗൻസ്റ്റ് ഇസ്രായേൽ എന്ന രൂപത്തിൽ സാമാന്യം ശക്തമായ റെസിസ്റ്റൻസ് ആണ് ഇസ്രായേലിനെതിരെ ഈ ഗ്രൂപ്പുകൾ, അതായത് ഹൂതികൾ യമനിലും ഹിസ്ബുള്ള ലെബനനിലും, അതുപോലെ തന്നെ ഇറാൻ്റെ സഹായമുള്ള ഹമാസ് പലസ്തീൻ മണ്ണിലും, അതായത് ഗാസയുടെ മണ്ണിലും ഒക്കെ ചേർന്നുള്ള റെസിസ്റ്റൻസ് ആണ്. അതിലൊരു പ്രധാന കണ്ണിയായിരുന്നു ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഇസ്രായേലി ആക്രമണത്തിൽ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടതിന് ശേഷം ഹിസ്ബുള്ള റീഗ്രൂപ്പ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. പൂർണ്ണമായി ഹിസ്ബുള്ളയെ പിരിച്ചുവിടാനാവില്ല എന്ന് നമുക്കറിയാം. അതൊരു മിലിഷ്യയാണ്, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്, ഭരണത്തിൽ പങ്കാളിത്തമുള്ള ഒരു വിഭാഗം കൂടിയാണ്. അതുകൊണ്ട് ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു തീവ്രവാദി സംഘമെന്ന് ഹിസ്ബുള്ളയെ നമുക്ക് കാണാനാവുമോ എന്ന് സംശയമുണ്ട്. ഹമാസിനെ പോലെയല്ല, സ്വല്പം വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഹിസ്ബുള്ളയുടേത്. വളരെ ഓർഗനൈസ്ഡ് ആണ്, ഹൈലി ഓർഗനൈസ്ഡ് ആണ്, ഹൈലി ട്രെയിൻഡ് ആണ്. അങ്ങനെയെങ്കിൽ റീഗ്രൂപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് ബുദ്ധിമുട്ടാകും. ലെബനന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേലി സൈനിക വിന്യാസം ഇപ്പോഴും ഉള്ളതുകൊണ്ട് പൂർണ്ണമായി പിരിച്ചുവിടാൻ ഹിസ്ബുള്ള തയ്യാറാവുന്നില്ല. അത് ഹമാസും പൂർണ്ണമായി പിരിച്ചുവിടാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ ഈ നേതാവിൻ്റെ താവളം ആക്രമിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിത്രം എന്താണ്? ഒരു ഫ്രജൈൽ പീസാണ് വെസ്റ്റ് ഏഷ്യയിൽ. വളരെ വളരെ ദുർബലമായ ഒരു സമാധാന ക്രമമാണ്. ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഒരു പരിധിവരെ അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് ഇൻ വെസ്റ്റ് ഏഷ്യ. അതനുസരിച്ച് ട്രംപിൻ്റെ 20 ദിന പദ്ധതികൾ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു എങ്കിലും യുദ്ധം നിർത്തിവെച്ചു എങ്കിൽ പോലും സംഘർഷം അവിടെ പോവുകയാണ്. അതുകൊണ്ട് ഒരു മുന്നണിയിൽ കൂടി പോർമുഖം തുറക്കുക എന്നത്, വീണ്ടും പോർമുഖം തുറക്കുക എന്നതല്ല, പുതിയതായി തുറക്കുക എന്നത് ആരുടെ ആവശ്യമാണ്? അത് ലെബനൻ്റെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആവശ്യമാണോ, അതോ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആവശ്യമാണോ? ഇത് 2 രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാം. ഇസ്രായേൽ പെർപെച്വൽ സ്റ്റേറ്റ് ഓഫ് വാറിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രതീതി ലഭിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം ഇതാണ്.
പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ, ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഇനിയിപ്പോൾ സമാധാനം പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പൊടി തട്ടിയെടുക്കും. ഇസ്രായേലിനുള്ളിൽ ജനാധിപത്യമാണെന്ന് കൂടി ഓർക്കുക. ഇസ്രായേൽ കടന്നുകയറ്റങ്ങൾ നടക്കുന്നു, അധിനിവേശം നടക്കുന്നു, പക്ഷേ അതിനുള്ളിൽ ഒരു ശക്തമായ ജനാധിപത്യ പ്രക്രിയയുണ്ട്. ജൂയിഷ് സ്റ്റേറ്റിനുള്ളിൽ നിയമവ്യവസ്ഥയുമുണ്ട്. ആ നിയമവ്യവസ്ഥ പലപ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. അത് അന്താരാഷ്ട്ര ലെവലാണ്. പക്ഷെ ആഭ്യന്തരമായി പ്രധാനമന്ത്രി വിചാരണ ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് മാത്രമല്ല, ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഒരുപക്ഷെ നെതന്യാഹുവിന് തിരിച്ചെത്താനുള്ള ഒരു സാധ്യത വളരെ പരിമിതമാണ്. കാരണം പൂർണ്ണമായ വിജയം ഇസ്രായേൽ നേടിയെന്ന് പറയാനാവില്ല. ഇസ്രായേൽ അനുകൂലമായി കാര്യങ്ങൾ നീങ്ങി എന്ന് നിരീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പൂർണ്ണ വിജയമില്ല. ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ബലപ്രയോഗത്തിലൂടെ ബന്ദിമോചനം സാധ്യമായില്ല. ബന്ദികളിൽ തന്നെ ഏറെപ്പേരും ഹമാസിന്റെ കസ്റ്റഡിയിൽ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു പുതിയ യുദ്ധം കൂടി തുടങ്ങി വെക്കുകയാണോ, ഹിസ്ബുള്ളയുമായുള്ള വാർഫെയർ ഒരിക്കൽ കൂടി തുടങ്ങുകയാണോ എന്ന ഒരു സംശയമുണ്ട്. അത് മാത്രമല്ല, ഈ ഹയാത്ത് അൽ തബ്തബി ഒരു വലിയ ഒരു നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു. ആ സെൻസിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജിക് പേഴ്സണാണ്, ടാർഗറ്റാണ്. കാരണം ലെബനനിലെ ഹിസ്ബുള്ളയെ നയിക്കുന്നതിനോടൊപ്പം തന്നെ, സൈനിക യൂണിറ്റിനെ നയിക്കുന്നതിനോടൊപ്പം തന്നെ സിറിയയിലെ ഷിയ മിലിഷ്യകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചൊരു പാരമ്പര്യമുണ്ട്. ഹൂത്തികളുമായി, യമനിലെ ഹൂത്തി വിഭാഗങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുണ്ട്. ഇറാനിൽ തൻ്റെ പിതാവ് കടന്നു വരുന്നത് ഇറാനിൽ നിന്നും, മാതാവ് ലെബനിൽ നിന്നുമാണ്. അതുകൊണ്ട് മിശ്ര വംശജനായ തബ്തബി, ആ വ്യക്തിയുടെ തലയ്ക്ക് വലിയ മൂല്യമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. തബ്തബി ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് അതർ അറ്റാക്ക്. നമുക്കറിയാമല്ലോ, ഈ പോക്കറ്റിൽ കിടന്ന് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ലെബനനിലാണ്. അതിന് സമാനമായ രീതിയിൽ മറ്റൊരു ആക്രമണ പരമ്പര ഇസ്രായേൽ ലെബനനെതിരെ, ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്താൻ സാധ്യതയുണ്ടോ? വീണ്ടും സംഘർഷഭരിതമാകുമോ എന്നെല്ലാമുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.